പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന മഹാവ്യക്തിയാണ് മാധവ് ഗാഡ്ഗിൽ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അദ്ദേഹം 2026 ജനുവരി 7 നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. 1942 മെയ് 24 മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹം അന്തരിച്ചതും പൂനെയിൽ വച്ചു തന്നെയാണ്. മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്തു തുടങ്ങിയപ്പോൾ പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: പശ്ചിമഘട്ടം തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല. 4-5 വർഷങ്ങൾ മതി. അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും. ആരാണ് കള്ളം പറയുന്നത്, ആരാണ് ഭയപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾക്ക് അന്ന് മനസ്സിലാകും. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഫലത്തിൽ വന്നത് നമ്മളെല്ലാം കണ്ടതാണ്. 2019 മഹാപ്രളയവും വയനാട്ടിലെ ഉരുൾപൊട്ടലും എല്ലാം നമ്മൾ കണ്ടതാണ്. ആ വാക്കുകൾ അച്ചട്ടായതല്ല, മറിച്ച് വരാൻ പോകുന്ന ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ട വ്യക്തിയാണ് മാധവ് ഗാഡ്ഗിൽ. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നതിന് ലോകത്തിനു മുന്നിൽ ഏറ്റവും വലിയ പാഠമാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. ഭൂമിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ മേഖലകളിൽ ഒന്നാണ് നമ്മുടെ പശ്ചിമഘട്ടം. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ ചെരുവിലൂടെ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്നു നമ്മുടെ പശ്ചിമഘട്ടം. മാത്രമല്ല, ലോകത്തെ 8 ഹോട്ട്സ്പോട്ടുകളിൽ ഒന്ന് നമ്മുടെ പശ്ചിമഘട്ടം തന്നെയാണ്. ഹിമാലയത്തെക്കാൾ പഴക്കമുള്ള ഈ മലനിരകൾക്ക് 1,60,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. 6 സംസ്ഥാനങ്ങളിലായാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഗോവ, ഗുജറാത്ത് എന്നിവയാണ് ആ 6 സംസ്ഥാനങ്ങൾ. ദക്ഷിണേന്ത്യയിലെ പ്രധാന നദികളായ കൃഷ്ണ, കാവേരി, ഗോദാവരി തുടങ്ങിയ നദികളുടെ ഉത്ഭവസ്ഥാനവും ഈ മലനിരകൾ തന്നെയാണ്. കേന്ദ്ര സർക്കാർ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനായി 2010 മാധവ് ഗാഡ്ഗിൽ ചെയർമാനായി 14 അംഗ സമിതി രൂപീകരിച്ചു. ഗാഡ്ഗിൽ സമിതി ആ ചുമതല നിറവേറ്റി 2011 സെപ്റ്റംബറിൽ റിപ്പോർട്ട് നൽകി. ഇതുപ്രകാരം ഈ മേഖലയിലെ 142 താലൂക്കുകളെ 3 തരം പരിസ്ഥിതി ലോല സോണുകളായി തിരിച്ചു. പൊതുസ്ഥലം സ്വകാര്യ ഭൂമിയാക്കി മാറ്റരുത്, വനഭൂമി വനേതര ഭൂമിയാക്കി മാറ്റരുത്, കൃഷിഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഗാഡ്ഗിൽ കമ്മിറ്റി ശുപാർശ ചെയ്തത്. പ്രകൃതിയെ ചൂഷണം ചെയ്ത് നമുക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് കാലം തന്നെ വ്യക്തമാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രസക്തമാകുന്നു.